യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അപ്പോൾ അടുത്ത ടോപ്പിക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. The unit step function u of t minus a is u of t minus a equal to 0 if t less than a and 1 if t greater than 0. a greater than 0 is fixed. അപ്പോൾ എന്താണ് ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ? ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1, അതിനാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് ഫംഗ്ഷൻ, സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ? നമ്മളതിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു സ്റ്റെപ്പ് മാതിരിയായിരിക്കും അതിൻ്റെ ഒരു ഫിഗർ കിട്ടുക. അപ്പോൾ അതിനാണ് നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുക. അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് യു ഓഫ് ടി മൈനസ് എ എന്നാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, യു ഓഫ് ടി മൈനസ് എ. ഇനി എന്താണ് യു ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂസ് 2 വാല്യൂ ആയിരിക്കും ഉണ്ടാവുക, ഒന്ന് 0യും ഒന്ന് 1. അപ്പം 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ടി ലെസ് ദാൻ എ ആൻഡ് 1 എന്ന് പറഞ്ഞാൽ ഇഫ് ടി ഗ്രേറ്റർ ദാൻ എ ആണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ എ എന്ന് പറയുന്ന ഏതോ ഒരു നമ്പർ, ആ എനേക്കാൾ ചെറിയ എല്ലാ വാല്യൂസിനും ഫങ്ഷൻ വാല്യൂ 0 ആയിരിക്കും. അതേപോലെ എനേക്കാൾ വലിയ എല്ലാ വാല്യൂസിനും ഫങ്ഷൻ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു പെർട്ടിക്കുലർ നമ്പർ അതിന് താഴെയുള്ള വാല്യൂസിനെല്ലാം ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക, അതിന് മേലെയുള്ള വാല്യൂസിനെല്ലാം ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക, വേറൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആവണമെങ്കിൽ ആ വാല്യൂ എന്തായിരിക്കണം? 0യും 1ഉം ആയിരിക്കണം. ഓക്കെ, അതായത് എനേക്കാൾ ചെറിയ വാല്യൂസിനെല്ലാം 0യും എനേക്കാൾ വലിയ വാല്യൂസിനെല്ലാം അതിൻ്റെ ഫംഗ്ഷൻ വാല്യൂ 1ഉം ആണെങ്കിൽ നമ്മളതിന് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് അവിടെ തന്നിട്ടുണ്ട്, അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫംഗ്ഷൻ എന്താ വരുന്നത്? 1ൻ്റെ നേരെ വരുന്നൊരു ലൈനാണ് വരുന്നത്. അതേപോലെ അതിനേക്കാൾ ചെറുതെടുക്കുന്ന സമയത്ത് എന്താ വരുന്നത്? അതായത് ആ ആക്സിസിൽ കൂടെ തന്നെയാണ് വരഞ്ഞിട്ടുള്ളത്, അതായത് 0. അപ്പോൾ ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ മാതിരി തന്നെ നമുക്കവിടെ കിട്ടുന്നില്ല അതിന് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ അടുത്തുള്ള നിങ്ങൾ നോക്ക്, എന് കറസ്പോണ്ടിങ് ആയിട്ട് മേലെ അത് റൈറ്റ് സൈഡിൽ 1ലേക്ക് കൂടെയുള്ള ഒരു ലൈനാണുള്ളത്, ലെഫ്റ്റ് സൈഡിൽ 0ലേക്ക് കൂടെയുള്ളൊരു ലൈനാണുള്ളത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുക. ഇനി അടുത്തത് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത് ഒരു തിയറാണ്, സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം. ഇപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണത്. അപ്പോൾ അതേപോലെ തന്നെയാണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ഒരു സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം? അല്ലെങ്കിൽ അതിനെ നമ്മൾ ഷിഫ്റ്റിംഗ് ഓൺ ടി ആക്സിസ് എന്നും കൂടെ പറയും. If f of s is the transform of f of t, then e raised to minus as f of s is the transform of the function f of t minus u into u of t minus a, that is L of f of t minus a into u of t minus a equal to e raised to minus as into f of s. അതായത് e raised to minus as into f of s എന്നുള്ള ഫോമിലാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫോം കിട്ടുന്നെങ്കിൽ, ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഏത് ഫോമിലായിരിക്കും ഉണ്ടാവുക? എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്ന് പറയുന്ന ഫോമിലായിരിക്കും അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഉണ്ടാവുക. അപ്പം അതാണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം പറയുന്നത്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ആയിരിക്കും. ഓക്കെ, അതായത് ഇതിൻ്റെ ഇനി കൊറോളറി നോക്ക്, ഇത് എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. അതായത് കൊറോളറി എന്ന് പറയുന്നത് നമ്മൾ ആ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ എന്ത് ചെയ്യുക? റൈറ്റ് സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ എൽ ഇൻവേഴ്സ് ആവുമല്ലോ, അത് എൽ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പം എൽ ഇൻവേഴ്സ് ആയിട്ട് മാറും. അപ്പോൾ എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് എന്ന് കിട്ടും. അതാണ് കൊറോളറി. ഇനി ഈ കൊറോളറി എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ തരും, ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ഫോമിലുള്ള ഒരു ഫങ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ചോദിക്കും. അപ്പോൾ അതിൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് എന്തായിരിക്കും? എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ആയിരിക്കും അതിൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ്.
ഓക്കെ, അതായത് e⁻⁻s ഇൻറ്റു സം ഫങ്ഷൻ ഓഫ് എസ് എന്നുള്ള ഫോമിലുള്ള ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സിൻ്റെ ഫോം f(t−a) ഇൻറ്റു u(t−a) ആയിരിക്കും. അപ്പം അതേപോലെ തന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് u(t−a) ഈക്വൽ ടു e⁻⁻s ആണ്. അതൊരു തിയറാണ്. അതായത് u(t−a) അതായത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് e⁻⁻s ആണ്. അത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക. എപ്പോഴെങ്കിലും നമുക്ക് എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ആ ഒരു ഫോർമുല മാത്രമാണത്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ യൂണിറ്റ് ഫംഗ്ഷൻ ഈക്വൽ ടു e⁻⁻s ഡിവൈഡഡ് ബൈ എസ്. ഇനി സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം യൂസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത് നോക്കുക. ഫൈൻഡ് ദി ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് e⁻3s ഡിവൈഡഡ് ബൈ s³. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. L ഇൻവേഴ്സ് ഓഫ് e⁻3s ഡിവൈഡഡ് ബൈ s³. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻ e⁻3s ഇൻറ്റു 1/s³ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിൻ്റെ ആ ഒരു ഇക്വേഷൻ്റെ ഫോമിലല്ലേ ഉള്ളത്. അതായത് e⁻⁻s ഇൻറ്റു f(s) എന്ന് പറയുന്ന ഫോമിലല്ലേ ഉള്ളത്. അതായത് e⁻⁻ എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്, പിന്നെ 1/s³ എന്ന് പറഞ്ഞിട്ട് എസിൻ്റെ ഒരു ടേം ഉണ്ട്. എസിൻ്റെ ടേംസിനെയാണ് നമ്മൾ f(s) എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? ദി ഗിവൺ ഇക്വേഷൻ ഈസ് ഓഫ് ദി ഫോം e⁻⁻s ഇൻറ്റു f(s), വേർ e⁻⁻ പകരം ഇവിടെ എന്താ ഉള്ളത്? e⁻3s എന്നുള്ളത്. ആൻഡ് f(s) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് എന്താ? അതായത് ആ ഒരു ടേം ഒഴികെയുള്ള ബാക്കി ടേമിനാണ് നമ്മൾ എന്ത് പറയുക? f(s) എന്ന് പറയുക. അപ്പോൾ f(s) ഈക്വൽ ടു ഇവിടെ 1/s³. ദഫോ a ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? e⁻⁻s ഈക്വൽ ടു e⁻3s ആണെങ്കിൽ a ഈക്വൽ ടു 3 ആയിരിക്കുമല്ലോ. അപ്പം a ഈക്വൽ ടു 3യും f(s) ഈക്വൽ ടു 1/s³ ആണ്. ഇനി L ഇൻവേഴ്സ് ഓഫ് e⁻⁻s ഇൻറ്റു f(s) എന്ന് പറയുന്നതിൻ്റെ ആൻസർ എന്തായിരിക്കും? f(t−a) ഇൻറ്റു u(t−a) ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് f(t−a) എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ f(t−a)യിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമുക്ക് ആദ്യം എന്തറിയണം? f(t) എന്താണ് എന്നറിയണം. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ f(s) എന്താണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ക്യാപിറ്റൽ f(s)ൻ്റെ ഇൻവേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്മോൾ f(t) എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ f(s) കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക? അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻവേഴ്സായ f(t) നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ f(t) ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് 1/s³ എന്ന് വരും. അപ്പോൾ അത് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടും? t²/2 എന്ന് കിട്ടും. s³, 1/s³. അപ്പം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അത് അറിയില്ലെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പം f(t) എന്ന് പറയുന്നത് അതിൻ്റെ ഇൻവേഴ്സിൻ്റെ സ്റ്റെപ്സൊക്കെ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ആൻസർ t²/2 എന്ന് കിട്ടും. അപ്പോൾ f(t) നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കുക? f(t−a) ആണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ f(t−a) ഈക്വൽ ടു f(t) ഇവിടെ a എന്ന് പറഞ്ഞാൽ 3 ആണ്, നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പം f(t−a) ഈക്വൽ ടു f(t−3) എന്ന് കിട്ടും. ദഫോ ഇനി എന്ത് ചെയ്യുക? f(t) t²/2 ആണെങ്കിൽ f(t−3) എന്തായിരിക്കും? ടീൻ്റെ പ്ലേസിൽ t−3 കൊടുക്കും. അപ്പം t−3² ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. Therefore, by the theorem we have L inverse of e⁻⁻s into f(s) equal to f(t−a) into u(t−a) ആണ്. അപ്പോൾ f(t−a) നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താ? t−3² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു u(t−3) എന്ന് വരും. ദാറ്റ് ഈസ് അതായത് ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനായ u(t−3) കൊണ്ടാണ് നമ്മൾ t−3² മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ആൻസർ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മളതിനെ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആക്കിയിട്ട് തന്നെ എഴുതണം. അപ്പോൾ അതെങ്ങനെ എഴുതുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഫംഗ്ഷൻ ഉള്ളത്? അതായത് ആ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ u(t−3) കൂടെ ആരാളുള്ളത്? t−3² ആണുള്ളത്. അപ്പം നമ്മളവിടെ ആദ്യം അത് എഴുതുക. t−3² ഡിവൈഡഡ് ബൈ 2. വേറെ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 ആണ്. അപ്പം 3നേക്കാൾ വലിയ എല്ലാ ടീനും എന്തായിരിക്കും ഉണ്ടാവുക? t−3² ആയിരിക്കും. അതേപോലെ 3നേക്കാൾ ചെറിയ, അതായത് t<3 എപ്പോഴും 0 ആയിരിക്കും.
അത് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ മതി. ടി ലെസ് ദാൻ എ ആണെങ്കിൽ എപ്പോഴും അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ആൻഡ് ടി ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ, ഇവിടെ എക്ക് പകരം 3 ആണ്ട് 3 എന്ന് എഴുതി, അപ്പോൾ ടി ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എന്താണോ അവിടെയുള്ള കിട്ടിയ ഫംഗ്ഷൻ അതാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇതാണ് ആൻസർ വരിക. അപ്പോൾ ഈ പ്രോബ്ലം നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി അടുത്ത പ്രോബ്ലം, ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് 3s ബൈ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 4. അപ്പോൾ ഇവിടെ എന്താണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിൻ്റെ അതേ ഫോമിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഇ റേസ് ടു മൈനസ് എ എസ് എന്നുള്ളതിന് പകരം ഇവിടെ ഇ റേസ് ടു മൈനസ് 3s ആണുള്ളത്. എഗെയിൻ ഇവിടെ എ ഈക്വൽ ടു 3 കിട്ടും നമുക്ക്. ആൻഡ് അടുത്ത് നമ്മൾ എഴുതേണ്ടത് എഫ് ഓഫ് എസ് ആണ്. എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ 1 ബൈ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 4 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഈ എഫ് ഓഫ് എസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, അതിൻ്റെ ഇൻവേഴ്സ് എഫ് ഓഫ് ടി നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ വരുന്നുണ്ട്. അതായത് നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 4 നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം 1 ബൈ എസ് റേസ് ടു 4 തന്നെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല, ഡയറക്റ്റ് നമുക്കതിൻ്റെ എൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ 1 ബൈ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 4 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എസ് മൈനസ് എ ഫോമിൽ വരുന്നതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കവിടെ എന്ത് യൂസ് ചെയ്യണം, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം യൂസ് ചെയ്യണം. എസ് മൈനസ് എ ഫോമിൽ വരുന്നതിൻ്റെ ഇൻവേഴ്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അവിടെ നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം യൂസ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എഫ് ഓഫ് എസ് മൈനസ് എ ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് എസ് മൈനസ് എ ഇത് to find L inverse of 1 by s minus 1 whole raised to 4 we have to apply first shifting theorem. That is നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്, L inverse of f of s minus a ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം which is equal to by first shifting theorem L inverse of f of s minus a equal to e raised to at into f of t ആണ്. അപ്പോൾ ഇവിടെ f of s minus a ഫോമിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താ, 1 ബൈ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 4 ആണ്. അപ്പം നമുക്കറിയാം ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്തിൻ്റെ സ്റ്റെപ്സ് എന്താ, ആദ്യം എഫ് ഓഫ് എസ് മൈനസ് എന്താണെന്ന് നമ്മൾ എഴുതും, എന്നിട്ട് എഫ് ഓഫ് എസ് എന്താണെന്ന് നമ്മൾ എഴുതും. എഫ് ഓഫ് എസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് എഫ് ഓഫ് ടി എന്താണെന്ന് എഴുതും. ആൻഡ് എഫ് ഓഫ് ടി കിട്ടിയാൽ ഇ റേസ് ടു എ ടിനെ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി, അതാണ് നമ്മുടെ ഇൻവേഴ്സ് വരിക. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്കിവിടെ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ എഫ് ഓഫ് എസ് മൈനസ് എഴുതുക, 1 ബൈ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 4. ഇനി എഫ് ഓഫ് എസ് എഴുതുക. എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എനെ നമ്മൾ ഒഴിവാക്കുക, വേറെ എ എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്തിൻ്റെ ഈ ഒരു സെക്ഷനിൽ എ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ അതിനെ ഒഴിവാക്കിയിട്ട് എന്ത് എഴുതുക, 1 ബൈ എസ് റേസ് ടു 4 എന്ന് എഴുതുക. ആൻഡ് ഇനി എഫ് ഓഫ് എസ്, ക്യാപിറ്റൽ എഫ് ഓഫ് എസ് കിട്ടിയാൽ സ്മോൾ എഫ് ഓഫ് ടി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സ്മോൾ എഫ് ഓഫ് ടി ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് റേസ് ടു 4 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അതായത് 3 ഫാക്ടോറിയലിനെ കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ടി ക്യൂ ബൈ 3 ഫാക്ടോറിയൽ, അതായത് ടി ക്യൂ ബൈ 6 ആണ് എഫ് ഓഫ് ടി എന്ന് കിട്ടും. ലാസ്റ്റ് സ്റ്റെപ്പ് ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി കണ്ടുപിടിക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ടി. എ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്തിൻ്റെ ഈ ഒരു കേസിൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പം ഇ റേസ് ടു ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് വരും, ദാറ്റ് ഈസ് ഇ റേസ് ടു ടി ഇൻറ്റു ടി ക്യൂ ബൈ 6 എന്ന് വരും. ആൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 4 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, ഇ റേസ് ടു ടി ഇൻറ്റു ടി ക്യൂ ബൈ 6 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പം ദെർഫോർ എഫ് ഓഫ് ടി, അതായത് നമ്മൾ എന്തിനാ ഇത് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എഫ് ഓഫ് എസ് എഴുതിയിട്ടുണ്ട് ഇവിടെ, ആൻഡ് അതിൻ്റെ എഫ് ഓഫ് ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിൽ ആദ്യം എഫ് ഓഫ് എസ് എഴുതിയാൽ നമുക്ക് എഫ് ഓഫ് ടി കണ്ടുപിടിക്കണം. ഈ എഫ് ഓഫ് ടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയർ അപ്ലൈ ചെയ്തു. എന്നിട്ട് ലാസ്റ്റ് നമ്മളവിടെ എഫ് ഓഫ് ടി എന്താണെന്ന് കണ്ടുപിടിച്ചു. അപ്പം നമുക്ക് എഫ് ഓഫ് ടി ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 4 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് നമുക്ക് കിട്ടി, എഫ് ഓഫ് ടി ഈക്വൽ ടു, അതായത് എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ടി ഇൻറ്റു ടി ക്യൂ ബൈ 6 ആണെന്ന് കിട്ടി. അപ്പോൾ ഇവിടെ എഫ് ഓഫ് ടി ഈക്വൽ ടു എന്താണെന്ന് എഴുതുക, ഇക്വേഷൻ 1ൻ്റെ ബേസിൽ എഫ് ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു ടി ഇൻറ്റു ടി ക്യൂ ബൈ 6 ആണെന്ന് കിട്ടി.
അപ്പം സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിൽ എഫ് ഓഫ് ടി കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യുക, എഫ് ഓഫ് ടി മൈനസ് എ കാണുക. അപ്പോൾ എഫ് ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് 3 എന്ന് വരും. അവിടെ എ എന്ന് പറഞ്ഞാൽ 3 ആണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിൽ. അപ്പോൾ എഫ് ഓഫ് ടി മൈനസ് 3 കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ടി മൈനസ് 3 ഇൻറ്റു ടി മൈനസ് 3 ഹോൾ ക്യൂബ് ബൈ 6. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ എഴുതിയ പോലെ അതിനെ ഫങ്ഷൻ ആക്കിയിട്ട് എഴുതുക. എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് 3s ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ വിച്ച് ഈസ് ഈക്വൽ ടു ടി മൈനസ് 3 ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3 വെർ ടി ഗ്രേറ്റർ ദാൻ 3 ആൻഡ് ടി ലെസ് ദാൻ 3 0 ആയിരിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത പ്രോബ്ലം നിങ്ങൾ ഒറ്റക്കൊന്ന് ചെയ്ത് നോക്കുക. എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഒന്ന് മനസ്സിലാവും. കാരണം വീട്ടിൽ കൺഫ്യൂസിങ് ആണ്. സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിൽ ആ ഒരു ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം കൂടെ വരുന്നതുകൊണ്ട് ഇത്തിരി കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുക.